ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ ക്യൂസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഗ്രീൻ ടീ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദോശയും സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഇന്ന് 2 ഓർഡർ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം ഉന്നക്കായ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് ഉണ്ടായിട്ടുള്ള പഴം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ പണ്ടം റെഡിയാക്കാനുള്ള മുട്ടയും അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പണ്ടം ഉണ്ടാക്കണം. അപ്പോൾ ഇത് പണ്ടം റെഡി ആയിട്ടുണ്ട്. പിന്നെ പഴം പുഴുങ്ങിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടുതൽ വീഡിയോ എടുക്കാനുള്ള സമയമില്ല. ഇനി ഫ്രോസൺ ചെയ്യണം ഇത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഫ്രോസൺ ചെയ്യുന്നത്. ഒരു അടിയിൽ ഒരു ഷീറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് നിരത്തി വെക്കും. അതിന് ശേഷം ഇത് ഒന്ന് ഫ്രോസൺ ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ ഷീറ്റ് വെക്കും. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെ മുകളിൽ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പിന്നെ സമൂസയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതും അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇത് ഷീറ്റിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ചിക്കൻ കട്ട്ലറ്റും ഉണ്ടായിന്, ബീഫ് കട്ട്ലറ്റും ഉണ്ടായിന്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഫ്രോസൺ ആവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കസ്റ്റമറിൻ്റെ റോളും സമൂസയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കിയത്. പിന്നെ റോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെ നോക്കാം. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. 1 കിലോ ഞാൻ ഒരു 8 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. കൂടുതലാവാൻ നിൽക്കണ്ട. അപ്പോൾ അത് നമ്മൾ എടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ച് ബ്രൗൺ കളറായി വരും. അപ്പോൾ ഇല്ലെങ്കിൽ നല്ല ബ്രൗൺ കളറായി വന്നാൽ നല്ല കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനൊരു 8 പീസ് 1 കിലോ ചിക്കൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി തൈര് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ മല്ലിയിലയും പുതിനയിലയും ഉള്ളിയും വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച അതേ എണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ നേരം റെസ്റ്റ് വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിരിക്കും. 1 മണിക്കൂറിന് ശേഷം ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് 3/4 വേവിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബാസ്മതി അരിയിലാണ് നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ തിളപ്പിച്ച് ഊറ്റി എടുക്കുന്നതാണ്. അതിലേക്ക് ഒരു വയനയില, 2 ഏലക്ക, 2 കഷ്ണം പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാനിവിടെ ബാസ്മതി അരി എടുത്തിട്ടുണ്ട്. കോഹിനൂറിൻ്റെ ബാസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയിട്ട് അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം ഊറ്റിയിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 3/4 വേവാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ ദമ്മിടുമ്പോൾ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഒരു 3/4 വേവാണ് വെന്ത് വരേണ്ടത്. അപ്പോൾ വെന്തിനെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് ഉടഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞു വരുന്നില്ല, ഇത് 2 പീസായിട്ട് വരുന്നുണ്ട്, അരിയുമായിട്ടല്ല. അപ്പോൾ വെന്ത് വന്നിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ചോറും കറി റെഡി ആയിട്ടുണ്ട്, ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. വെള്ളം ഊറ്റിയ ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-2.5 കപ്പ് അത്രയും മതിയാവും. ഒന്ന് നേരത്തെ എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച്, ഇത് യെല്ലോ കളറ് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ബാക്കി വെച്ച മല്ലിയിലയും പുതിനയില, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് മൂടി വെച്ച് ഒരു ഫോയിൽ കൊണ്ട് മൂടി, അതിൻ്റെ പാത്രത്തിൻ്റെ മൂടി വെച്ച് മൂടി ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 1/2 മണിക്കൂർ ദം ചെയ്തെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല ദമ്മായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് വിളമ്പാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് അതിൻ്റെ ചോറെല്ലാം നോക്കാം, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.